അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും മോട്ടോർ ഡീൽസിൻ്റെ മറ്റൊരു വ്ളോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. 2021 നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്. കൊറോണയും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്കറിയാം കൊറോണയൊക്കെ കുറഞ്ഞിട്ട് ഒരു നല്ലൊരു വർഷത്തിലോട്ട് നമ്മൾ കടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇന്ന് നമ്മൾ കഥ പറയാൻ പോകുന്നത് മാർഷലിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലാണ്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു കിടുക്കാച്ചി ഹൈവേ ആയിട്ട് വരുവാണ്. മുൻകുന്നം ടു പുനലൂർ ഭാഗത്തിൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം റോഡ് കൺസ്ട്രക്ഷനുള്ള വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീധന്യാണ് കൺസ്ട്രക്ഷൻ പാർട്ട്നേഴ്സ്. അപ്പം നമുക്ക് ആ കഥയുടെ വിശേഷങ്ങൾ കാണും. ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ മണിമലയാറാണ് ഒഴുകുന്നത്. ആറ്റുതീരത്തൂടെയുള്ള ഒരു കിടുക്കാച്ചി വഴിയാണ്. ഭാവിയിൽ എന്താണേലും ഒരു സൂപ്പർ വഴിയാണെന്ന് നോക്കാം. ആ കിടക്കുന്ന മാർഷലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാം. 1999 മോഡൽ മാർഷലിൻ്റെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്ത് മനോഹരമായ ആറും കാര്യങ്ങളൊക്കെയാണ് നോക്കി. ഭാവിയിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു സീനിക് സ്പോട്ട് തന്നെയായിരിക്കും ഇത്. 8-10 കിലോമീറ്ററോളം നമ്മുടെ ഈ വഴി ആറിൻ്റെ തീരത്തൂരാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ആറ് ഇങ്ങനെ ശാന്തമായിട്ട് ഇടുന്നത്. മഴ പെയ്ത് കഴിഞ്ഞുണ്ടല്ലോ വെള്ളം ഏകദേശം ഇവിടെ വരെ പോകും, നിറഞ്ഞൊഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. ഇതാണ് മാർഷലിൻ്റെ കഥ. എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞു കേട്ടാലോ. ദി റഗ്ഡ് ബീസ്റ്റ് ഓഫ് ബോംബെ എന്നാണ് ഓസ്ട്രേലിയൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള മാഗസീൻസ് നമ്മുടെ മഹേന്ദ്രയെ വിശേഷിപ്പിച്ചിരുന്നത്. അതും 1990 കാലങ്ങളിൽ. അപ്പോൾ എന്താണ് ഈ ദ റഗ്ഡ് ബീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇച്ചിരി അഹങ്കാരമുള്ള, ഇടങ്ങാൻ പ്രയാസമുള്ള, അല്ലെങ്കിൽ ഇച്ചിരി പൗരുഷമുള്ള ഒരു വന്യമൃഗം അല്ലേ. അങ്ങനെ തന്നെയാണ് മഹേന്ദ്ര വാഹനങ്ങൾ ഓടിക്കുന്ന. എല്ലാവർക്കും അറിയാം ഇച്ചിരി സുഖമൊന്നുമില്ല. താർന്ന പുറകോട്ടുള്ള സാധനങ്ങൾ ഇച്ചിരി മെരുക്കാനൊക്കെ ഇവന് ഇച്ചിരി പാടാണല്ലേ. അപ്പം ഈ കിടക്കുന്നതാണ് നമ്മുടെ മഹേന്ദ്ര മാർഷൽ. ഒത്തിരി ഫാൻ ബേസ് ഉള്ളൊരു വാഹനമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്രയുടെ ലൈനിൽപ്പെട്ട ഒരു വാഹനമാണ്. മഹേന്ദ്രയെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ മഹേന്ദ്രയ്ക്ക് പ്രധാനമായിട്ടും 2 ലൈനാണുള്ളത്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനും 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CJ4 ലൈനും. അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് മാർഷലിൻ്റെ പേരിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ. അപ്പോൾ നമുക്ക് മാർഷലിനെ കുറിച്ച് പറഞ്ഞറിയാം. മാർഷൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആർമിയിലുള്ള ഒരു റാങ്ക് ആണല്ലേ. അങ്ങോട്ട് വരുന്നതിന് മുന്നേ നമുക്കറിയാം എന്നെ പൊക്കമല്ലേ. നോക്കി, ഞാൻ തന്നെ 6 അടി മിച്ചമുണ്ട്. ഇതിൻ്റെ ഒരു പൊക്കം കണ്ടില്ലേ, ടയറിനൊക്കെ കൊണ്ടാണ് കേട്ടോ. അതൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് വലിയ നമുക്ക് പറയാം. അപ്പോൾ മാർഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആർമിയിലുള്ള ഒരു റാങ്കാണ്. കമാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, അതും ആർമിയിലുള്ളൊരു റാങ്കാണ്. അപ്പോൾ നമുക്കറിയാം മാർഷൽ വരുന്നത് കമാൻഡർ എന്ന് പറയുന്ന ജീപ്പുകളിൽ നിന്നാണ് മാർഷൽ ജീപ്പുകൾ വരുന്നത്. അതായത് ഒരു പൊസിഷൻ അപ്പ് ചെയ്ത്. അപ്പം കമാൻഡറിനെ വേണ്ടി നിൽക്കുന്ന മാർഷൽ. ഓക്കെ, പക്ഷേ അവന്മാർ വിട്ടുകൊടുത്തില്ല. അർമദ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അർമദ എന്ന് പറയാൻ എന്തായിരുന്നു, അർമദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫ്ലീറ്റ് ഓഫ് വാർഷിപ്പ് എന്നാണ്. എന്താണ്, ഒരു പടക്കപ്പൽ കൂട്ടം ഉണ്ടോ, അതും അർമദ അങ്ങനെ ഇട്ടു. അതൊക്കെ കഴിഞ്ഞ് കാലം കഴിഞ്ഞ് വെക്കൊണ്ടിരുന്നപ്പോൾ അതേ അവന്മാർ പിന്നെ മേജർന്ന് വിട്ടിരിക്കുന്നു. അതല്ലേ ഈ ഒരു പട്ടാള നാമനിർദ്ദേശങ്ങൾ അങ്ങനെ ഒരു ബാറ്റിലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് ഇവന്മാർ പേരിട്ടിരിക്കുന്നത്. നമുക്കറിയാം ജീപ്പ് ബിൽഡ് ചെയ്ത് തന്നെ എന്തിനായിരുന്നു, പട്ടാളക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് ജീപ്പ് ബിൽഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് മാർഷലിൻ്റെ കഥ വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു ലൈനും CJ4 ലൈനും. ലൈൻ എന്ന് പറഞ്ഞാൽ മഹേന്ദ്ര ലൈൻ. ലൈനിൽപ്പെട്ട വാഹനങ്ങളാണ് MM550, MM440, MM550, പിന്നെ നമ്മുടെ മാർഷൽ, അർമദ, അങ്ങനെ അങ്ങ് കിടക്കുക. താറ് വരെ അങ്ങ് പോവുകയാണ് ലൈൻ എന്ന് പറയുന്ന സാധനങ്ങൾ. ഇപ്പോൾ നമുക്ക് CJ4A ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം CJ3Bയുടെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനാണല്ലോ CJ4A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു എക്സ്റ്റൻഡഡ് വീൽ ബേസിൽ വരുന്ന സാധനങ്ങളാണ് നമുക്ക് ഈ CJ4A ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ CJ500ഉം CJ500DIയും നമ്മുടെ CL550 MDIയും ആ ഒരു റേഞ്ച് വരുന്ന വാഹനങ്ങൾ ാണ് നമ്മുടെ CJ4 ലൈന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1980 കാലങ്ങളിൽ ജനനം. നമുക്കറിയാം മഹേന്ദ്രയ്ക്ക് ഫ്രാൻസിലുള്ള പ്യൂഷയായിട്ട് എഞ്ചിൻ അസംബിൾ ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിൽ ഇഗത്പുരി എന്ന് പറയുന്ന സ്ഥലത്ത് അവരൊരു എഞ്ചിൻ പ്ലാന്റ് നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ കൂടുതലായിട്ടും അവർ ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന എക്സ്റ്റൻഡഡ് വീൽ ബേസ്, അതായത് 95 ഇഞ്ചിൽ കൂടുതലുള്ള വീൽ ബേസ് ഉള്ള ജീപ്പുകൾക്ക് വേണ്ടിയുള്ള എഞ്ചിൻ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അതായിരുന്നു അവരുടെ ഒരു ഇത്. അപ്പം നമുക്കറിയാം ആ പ്യൂഷയുടെ എഞ്ചിൻ വെച്ച് വരുന്ന വാഹനങ്ങളാണ് ഏകദേശം ഇവർ ലൈൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം മഹേന്ദ്രയ്ക്ക് അവർ ഡിസൈൻ കിട്ടിയത് ഒറിജിനൽ ജീപ്പിൽ നിന്നാണ് നമുക്കറിയാം. പക്ഷേങ്കിൽ ഈ വരുന്ന ലൈനിലും ഒറിജിനൽ ജീപ്പിൻ്റെ ആ 7 സ്ലോട്ട് വെർട്ടിക്കൽ ഗ്രില്ലും ആ പൗരുഷം ഉള്ള ആ ഒരു മെരുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ലൈനിലുള്ള നമ്മുടെ മഹേന്ദ്ര ജീപ്പുകളിലും വരുന്നത്. അതായത് ജീപ്പിൻ്റെ ഹെറിറ്റേജ് വെച്ച് തന്നെ ലൈനുള്ള വാഹനങ്ങൾ മഹേന്ദ്ര മാർക്കറ്റിൽ ഇറക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ലൈൻ എന്ന് പറഞ്ഞ്. അതെ, മൈക്ക് വെച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡിസൈൻ ഫീച്ചേഴ്സൊക്കെ കേൾക്കാം. ഒരു മിനിറ്റ്.
നമുക്ക് ഇനി ഡിസൈൻ കാര്യങ്ങളെക്കുറിച്ച്, വണ്ടിയുടെ ഡിസൈനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമായിരുന്നു, എടാ നോക്കിയാടാ ഇത് ബൊളേറോ പോലെ തന്നെയല്ലേ കിടക്കുന്നതെന്ന്. ശരിയാ, ബൊളേറോ പോലെ തന്നെയാണ്. ഇതിനാണ് ബൊളേറോ വന്നിരിക്കുന്നത്, വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ശരിയല്ലേ? ആർക്ക് കണ്ടാലും മനസ്സിലാവും ഇതൊരു ബൊളേറോ ഡിസൈൻ തന്നെയാണെന്നുള്ള കാര്യം അല്ലേ. അതിനെ നമ്മൾ കുറ്റം പറയാൻ കാരണമില്ല. ബിക്കോസ് ആ കാലങ്ങളിലൊക്കെ എല്ലാം പരിമിതമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആ വണ്ടി ഡെവലപ്പ് ചെയ്തത്. ബിക്കോസ് ഡിസൈനൊക്കെ വലിയ രീതിയിൽ മാറ്റിക്കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പാടുപെട്ട പരിപാടി. ബിക്കോസ് അത് നമുക്കറിയാം, ടൂൾ പ്രസ്, അതായത് പ്രസ്സിങ് ടൂൾ തൊട്ട് തന്നെ മാറ്റേണ്ടിയിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനോട്ട് നോക്കി തന്നെ അറിയാൻ പറ്റും. ദ ഹെറിറ്റേജ് ഓഫ് ജീപ്പ് 7 സ്ലോട്ട് വെർട്ടിക്കൽ ഗ്രിൽ അല്ലേ. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാൻ പറ്റും MM540യുടെയും MM440യുടെയൊക്കെ ഒരു ഗ്രിൽ ഡിസൈനാണ് വരുന്നത്. അപ്പം നമുക്കറിയാം ഈ ഗ്രിൽ ഡിസൈൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് MM540യുടെയൊക്കെ ആ ഒരു സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞത്. ഈ MM540ക്ക് ഈ സാധനം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CJ5 ഒറിജിനൽ ജീപ്പിൻ്റെ CJ5 എന്ന് പറയുന്ന മോഡലുകളിൽ നിന്നാണ്. നമുക്കറിയാം മഹേന്ദ്രയ്ക്ക് ജീപ്പുമായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അപ്പം ജീപ്പിൻ്റെ ഒട്ടുമിക്ക ഡിസൈനുകളും ഡ്രോയിങ്സും സ്പെക്സും എല്ലാം നമ്മുടെ മഹേന്ദ്രയ്ക്കും കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്പെക്സിലാണ് നമുക്ക് MM540 മാർക്കറ്റിലോട്ട് വരുന്നത്. ആ MM540യുടെ ആ ഒരു ഫ്രണ്ട് ഡിസൈൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഫെൻഡേഴ്സൊക്കെ ഏകദേശം അതുപോലെ തന്നെ. നമുക്കിതിനെ ഒരു മിസ്തുബിഷി വിശേഷിപ്പിക്കുന്ന മങ്കി ഫെൻഡർ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇങ്ങനെ താന്നിരിക്കുന്നതുകൊണ്ട്. ഓക്കെ, ഫെൻഡേഴ്സും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഫ്ലെയർ ഉണ്ട്. ഈ ഫ്ലെയർ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ കൊടുത്തതാണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ബാക്കി നമുക്കറിയാം ഡിസൈൻ പാരാമീറ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മഹേന്ദ്രയുടെ ഓൾഡ് സ്കൂൾ ഡിസൈൻ വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ ആ ക്യാബിൻ സ്പേസും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്കറിയാം സ്റ്റീൽ ബോഡിയാണ്, കാര്യങ്ങളും എല്ലാം തന്നെ. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചില്ല, ഈ വണ്ടിയുടേതായിട്ടുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പഴയ നമ്മുടെ ആ മാർഷൽ ഒക്കെ തന്നെയാണ്. നമുക്കിന്ന് ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കൂടുതൽ നമുക്കിതിൻ്റെ എഞ്ചിനും കാര്യങ്ങളോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഹൃദയഭാഗത്തിലോട്ട് പോകാം അല്ലേ. നമുക്ക് തന്നെ എഞ്ചിൻ നോക്കാം. നമ്മുടെ ആ ഹുക്കുണ്ട്, ഹുക്ക് 2 നമുക്ക് കഴിക്കാം. ഓക്കെ, ഇത് കഴിച്ചു. ഇവിടെ ഇല്ല, സിംഗിൾ ഹുക്കാണ്, 2 എണ്ണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇവിടെ ഒരു ലോക്ക് പൊസിഷനുണ്ട്. ഈ ലോക്ക് കൂടെ നമുക്ക് ഇങ്ങോട്ട് തള്ളി നോക്കണം. ഇച്ചിരി കട്ടിയാണ് കേട്ടോ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വീണ്ടും ഒരു ഹുക്ക് ഇവിടെ കാണാൻ പറ്റും. വലം കയ്യന്മാരാണ് ഉണ്ടല്ലോ, ഇവിടെ പിടിച്ച് തള്ളിയാൽ മതി. ഇച്ചിരി പാട്, ഞാൻ ഇടം കയ്യനാണ്, എനിക്ക് ഇച്ചിരി പണിയാണ്. നോക്കട്ടെ, തുറന്നു നോക്കാം. പിന്നെ നമുക്കിവിടെ 2 ആ സ്പേസർ ഇല്ലായിരുന്നുകൊണ്ട് നമുക്കിത് പൊക്കിയുണ്ടല്ലോ, അങ്ങോട്ട് ചാരി വെക്കണം, സൂക്ഷിച്ച് വെക്കണേ. ഓക്കെ, ഇതാണ് ഇവൻ്റെ എൻജിൻ വരുന്നത്. നമുക്കറിയാം MDI 3200 A സീരീസ് എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ചെറിയ പണിയൊക്കെ നമ്മുടെ കൂട്ടുകാരൻ ചെയ്തു. ഇതാണ് കാരണം നമുക്കറിയാം എല്ലാ ജീപ്പുകളിലും പോലെ വളരെ റഫായിട്ടുള്ള എഞ്ചിൻ, വലിയ സെറ്റപ്പുകളൊന്നുമില്ല, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ പവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2523 cc ആണ് ഇത് വരുന്നത്, CC വരുന്നത്. അത് ഇതിൻ്റെ പവർ വന്നു കഴിഞ്ഞാൽ 55 തൊട്ട് 55 to 58 bhp ആണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 to 3800 RPM-ലാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസ്മിഷനും ഗിയർ ബോക്സും ഒക്കെ വരുന്നത് 4 സ്പീഡാണ്. 4 സ്പീഡ് കൊടുക്കുന്നത് KMD 90 ആണ്. KMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കിയ മോട്ടോഴ്സ് ട്രാൻസ്മിഷൻസ്. പഴയ കാലത്തെ ജീപ്പുകൾക്കൊക്കെ ഉണ്ടായിരുന്നു 4 സ്പീഡ്, ഇവരാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം മഹേന്ദ്രയ്ക്ക് കിയ മോട്ടോഴ്സിൻ്റെ ട്രാൻസ്മിഷൻ ഇന്ത്യയിൽ ബിൽഡ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ മാർഷലിനെ കുറിച്ച് നോക്കുവാണെങ്കിലുണ്ടല്ലോ, ഇവന് 4x4 മാർഷൽസ് ഒത്തിരി റെയറായിരുന്നു, വളരെ റെയറായിരുന്നു. കൂടുതലും 2x2 ആയിരുന്നു. അപ്പം 4x4 മാർഷൽസിൻ്റെ ട്രാൻസ്ഫർ കേസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പഴയത് T18 ട്രാൻസ്ഫർ കേസ് തന്നെയാണ്, സിംഗിൾ ലീവർ ആയിരുന്നു. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ കേസും ട്രാൻസ്മിഷനും ഒക്കെ. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ 99-ലും കുറച്ച് മാർഷൽ സീരീസുകളുണ്ടായിരുന്നു. ആ മാർഷൽ സീരീസുകളൊന്നും ബേസ് പ്ലാറ്റ്ഫോമിലായിരുന്നു, NGCS പ്ലാറ്റ്ഫോം അല്ല. അപ്പം NGCS പ്ലാറ്റ്ഫോമിൽ വരുന്ന മാർഷുകൾ വരുന്നത് 2000-2001 കാലങ്ങളാണ്. അപ്പം എന്താണ് NGCS പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വ്ലോഗിലിടാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ ഷാസീസ് ആൻഡ് സസ്പെൻഷൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം അതിൻ്റെ ഒരു വിഡ്ത്തൊക്കെ കൂടുതലായി. നമ്മൾ മുമ്പേ പറഞ്ഞു ഇവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന MD എഞ്ചിനാണ്. ഏകദേശം 13 to 14 km/ലിറ്ററാണ് മൈലേജ് വരുന്നത്. പിന്നെ നമുക്കറിയാം സസ്പെൻഷനൊക്കെ വരുന്നത് നമ്മുടെ ജീപ്പുകളുടെ ആ സസ്പെൻഷൻ തന്നെ ലീവ് സ്പ്രിംഗ് സസ്പെൻഷനാണ്. 7-8 പ്ലേറ്റുകളുണ്ട്. നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. യാത്രാ കംഫർട്ട് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. പിന്നെ ടയേഴ്സ് ഇത് സ്റ്റോക്ക് ടയർ നമുക്കറിയാം, ഇത് നല്ലൊരു പൊളപ്പ് സാധനമാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. സ്റ്റോക്ക് ടയർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 616 സ്റ്റോക്ക് ടയർ. നമ്മുടെ പഴയ വ്ലോഗുകളിൽ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ മാർഷൽ തന്നെ പല വേർഷൻസ് ഉണ്ടായിരുന്നു. മാർഷൽ ഡ്യൂലെക്സ് ഉണ്ട്, ഡ്യൂലെക്സ് 2000. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മാർഷൽ എക്കോണമി. പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മാർഷൽ ഡ്യൂലെക്സ് റോയൽ എന്ന് പറയും. ഇപ്പം ഓരോ വേർഷൻസ് വരും തോറും ഈ നമുക്കറിയത്തില്ല കളർ ട്രിമും കാര്യങ്ങളും എല്ലാം അപ്ഗ്രേഡ് ആയിട്ട് വരും. ഡാഷ്ബോർഡ് ചേഞ്ചസും കാര്യങ്ങളും എല്ലാം വരുമായിരുന്നു. അതിൽ മാർഷൽ റോയൽ എന്ന് പറയുന്ന സാധനത്തിന് സ്റ്റോക്കായിട്ട് തന്നെ റേഡിയേറ്ററൊക്കെ വരുമായിരുന്നു. അതുപോലെ തന്നെ ടയർ ക്യാപ്പുകളൊക്കെ ചേർത്തായിരുന്നു അന്നത്തെ കാലത്തിൽ ഈ മാർഷലുകൾ വന്നുകൊണ്ടിരുന്നത്. മഹേന്ദ്ര മാർഷൽ
നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ലാൻഡ്സ്കേപ്പിന് വേണ്ടി നിർമ്മിച്ച ഒരു വാഹനം. മഹീന്ദ്ര കമാൻഡർ 5 ഡോർ ഹാർഡ് ടോപ്പ് ജീപ്പുകളിൽ നിന്നും ജനനം. മഹീന്ദ്ര ജീപ്പുകളുടെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മുക്കിലും മൂലയിലും ഇട്ട് പണിയാം എന്നതാണ്. ഒരു കാര്യം, ശരിയായ അസുഖം കണ്ടുപിടിച്ച് ആ അസുഖത്തിന് മാത്രം ഫലപ്രദമായ മരുന്ന് തരുന്ന ഒരു എമ്പതിയുള്ള ഒരു ഡോക്ടറെ പോലെ. ഈ വാഹനങ്ങൾ പണികൾ മനസ്സിലാക്കി പണിതു തരുന്ന നല്ല ഒരു മെക്കാനിക്കിനെ കൂടെ കൂട്ടിയാൽ ഈ മഹീന്ദ്ര ജീപ്പുകൾ റോഡായാലും തോടായാലും കാടായാലും മേടായാലും ഇങ്ങനെ പറന്നു നടന്നോളും. മാർഷൽ 2000, മാർഷൽ ഡ്യൂലെക്സ് 2000, ഡ്യൂലെക്സ് റോയലെ എന്നൊക്കെ പറയുന്ന വേരിയൻറ്റുകളിൽ മാർക്കറ്റിൽ ഇവനെ അവതരിപ്പിച്ചു. അക്കാലങ്ങളിൽ കാണാൻ നല്ല ചേലുള്ള വാഹനങ്ങളായിരുന്നു ഇവ. നല്ല പൊക്കമുള്ള റൂഫ് ലൈൻ മാർഷലിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. കാരണം അത് ഇതിന് അത്യാവശ്യ ഘടകമായ ഒന്നാണ്. അത് നല്ല ഹെഡ്റൂം നൽകും. അത്യാവശ്യം കുലുക്കമുള്ള വഴിയെ സഞ്ചരിക്കുമ്പോൾ തല തട്ടുമോ എന്ന പേടി വേണ്ട. കാരണം ഇതൊരു പക്ക ഓഫ് റോഡ് വാഹനം കൂടിയാണ്. പണ്ട് അന്ന് കാലത്ത് മാർഷലുകളിൽ കാണാൻ സാധിച്ചിരുന്നത് വാക്വം അസിസ്റ്റഡ് ബൂസ്റ്റർ ബ്രേക്കുകൾ, പുതുമയാർന്ന ഇൻസ്ട്രുമെൻറ്റ് പാനലുകളും സ്റ്റിയറിംഗ് സിസ്റ്റവും ഒക്കെയാണ്. മുൻനിരയിൽ ഡ്രൈവർക്ക് ചാരിക്കിടക്കാനുള്ള റിക്ലൈനർ സീറ്റുകളും ഉണ്ടായിരുന്നു. ഇനിയിപ്പം മാസ്റ്റർ DX റോയലയിലോട്ട് വന്നു കഴിഞ്ഞാൽ മനോഹരമായ അപ്പോൾസ്ട്രി, സ്പോർട്ട്നെസ് തരുന്ന എക്സ്റ്റീരിയർ ഡിസൈൻ പാരാമീറ്റേഴ്സ്, റേഡിയൽ ടയറുകൾ, സ്പെയർ വീൽ കവർ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് കാലത്ത്. പതുക്കെ കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെന്ന് പഴമക്കാർ പറയുന്നത് പോലെ ഇവനെയും കാലം പിറകിലോട്ടാക്കി. ഇവൻ്റെ സഹോദരങ്ങളായ അർമദ ഗ്രാൻഡ്, ഇന്ത്യയുടെ സ്വന്തം കരുത്തനായ SUV മഹേന്ദ്ര ബൊളേറോ എന്നിവയ്ക്ക് വഴി തുറന്നു കൊടുത്തു. മഹേന്ദ്ര മാർഷൽ, മഹീന്ദ്ര റൈസ്. അപ്പം മാർഷൽ ഇങ്ങനെ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഏകദേശം 2004 ആയപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ചില ആർട്ടിക്കിൾസ് പറയുന്നത് 2009 സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ 2004 സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 2005 തൊട്ട്, അതായത് നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സസിന് വേണ്ടി, നമ്മുടെ മിലിറ്ററിക്കും കാര്യങ്ങൾക്കും വേണ്ടി മാർഷൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇരുന്നെന്നാണ് ചില ആർട്ടിക്കിൾസ് ഒക്കെ പറയുന്നത്. ഓക്കെ, ആ ഒരു നമുക്ക് 2004-2009 ആ സീസണിലൊക്കെ മാർഷൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പോയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന സീസൺ ലാസ്റ്റ് ബാച്ച് മാർഷൽസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബോ എഞ്ചിനൊക്കെ കൂടിയായിരുന്നു. അങ്ങനെ മാർഷൽസ് നമുക്കറിയാം ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ്. ബിക്കോസ് വലിയ ആർട്ടിക്കിൾസും റൈറ്റേഴ്സും ഒക്കെ പറയുന്നത് വൺ ഓഫ് ദ സ്റ്റിഫ്, അതായത് അടിപൊളി ഒരു വാഹനമായിരുന്നു മാർഷൽ എന്നായിരുന്നു. പെർഫോമൻസിൻ്റെ കാര്യത്തിലും എന്തുകൊണ്ടായിരുന്നു, കാരണം നമ്മുടെ പഴയ കമാൻഡറിൽ നിന്നും വന്ന എഞ്ചിൻ ചേഞ്ചസ് ഒക്കെ വന്ന് ഒരു ആൾക്കാരൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, ആൾക്കാർ തിരിച്ചും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമായിരുന്നു മാർഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായിരുന്നു മാർഷലിൻ്റെ ഒരു ചെറിയ ഒരു ജീവിത കഥ. ചില മാർഷൽസുകൾ മാർക്കറ്റുകളിൽ വന്നുകൊണ്ടിരുന്നത് MDI 3000 WT എൻജിൻസ് വെച്ചായിരുന്നു മാർക്കറ്റിൽ വന്നുകൊണ്ടിരുന്നത്. അതും വളരെ റെയർ ആയിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത് നമ്മുടെ ടാറ്റ സുമോ, ടാറ്റ സ്പേഷ്യോ, ക്വാളിസിൽ നിന്നൊക്കെയാണ് നമ്മുടെ മാർഷലിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷെങ്കിൽ അവരെക്കാട്ടിലൊക്കെ എന്തുകൊണ്ടും സ്റ്റിഫ്, റിജിഡ്, അടിപൊളിയായിരുന്നു മാർഷൽ. നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നില്ല. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഒത്തിരിയോ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് AC ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ AC ഇൻസ്റ്റാൾ ചെയ്താൽ മൈലേജിനെ ബാധിക്കും. മഹേന്ദ്രയുടെ ഡീലർഷിപ്പിൽ നിന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റവും മഹേന്ദ്ര ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. നമുക്കറിയാം വാഹനത്തിൽ ഇപ്പോൾ മാറ്റം വരുത്താൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമുക്കറിയാം മഹേന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, മഹേന്ദ്ര അതായത് ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിക്കഴിഞ്ഞിട്ട് 10 വർഷം വരെ മാത്രമേ മഹേന്ദ്രയിൽ നിന്നും സർവീസ് പാർട്സ് അല്ലെ പാർട്സ് അവൈലബിലിറ്റി ലഭിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ചലഞ്ച് കൂടിയുണ്ട് നമ്മുടെ മുൻപിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിൽ. അപ്പം ഇതൊക്കെയാണ് ഏകദേശം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ. 1960 കാലങ്ങളിൽ തന്നെ നമ്മുടെ മഹേന്ദ്രയ്ക്ക് ഈ ഒരു മെറ്റൽ ബോഡി കവറിങ്ങുള്ള ജീപ്പുകൾ ഇറക്കുമായിരുന്നു. ഓക്കെ, അവർ നെയിമിംഗ് കൺവെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് CJ101 C101 എന്നൊക്കെ ആയിരുന്നു. 1967 കാലം തൊട്ട് 1973 വരെ ആയിരുന്നു നമ്മുടെ CJ101. 1974 തൊട്ട് 1988 വരെ ആയിരുന്നു C101 മോഡലുകളും മാർക്കറ്റിൽ ഇറങ്ങിയിരുന്നത്. 2 വീൽ ഡ്രൈവും 4 വീൽ ഡ്രൈവും അവൈലബിൾ ആയിരുന്നു. എക്സ്റ്റൻഡഡ് വീൽ ബേസ് ആയിരുന്നു. ഏകദേശം 101 ഇഞ്ചോളം വരുമായിരുന്നു വീൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പോലീസ് ആവശ്യങ്ങൾക്കും ആംബുലൻസ് ആവശ്യങ്ങൾക്കുമായിരുന്നു. 3 ഡോറും 5 ഡോറും ഒക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. നമ്മളതിനെ വാഗണേറ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുകയല്ലേ, അങ്ങനെ ഒരു സംഭവമായിരുന്നു അത്. അപ്പം അക്കാലങ്ങളിൽ തന്നെ മഹേന്ദ്രയ്ക്കുണ്ട്. പക്ഷേ മഹേന്ദ്രയ്ക്ക് ഒരു ടെക്നോളജി ഇല്ലായിരുന്നു ഈ ഒരു മെറ്റൽ ഷീറ്റ് ബോഡി ഉണ്ടാക്കാൻ. അത് അവർ തേർഡ് പാർട്ടിക്ക് വേണ്ടി ഔട്ട്സോഴ്സ് ചെയ്തായിരുന്നു. ആ കഥയെക്കുറിച്ച് കേട്ടാലോ. പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന CJ101 C101 ജീപ്പുകൾ
നമ്മുടെ നിക്കോളാസിന് കൊടുക്കും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളിംഗ് ഷാസി ആയിട്ടാണ് പ്ലാന്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്താണ് റോളിംഗ് ഷാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോളിംഗ് ഷാസി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയത്തില്ല ഈ ചേസ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നത്, ഏകദേശം ആ ഒരു കൺസെപ്റ്റ് വെക്കുന്നത് അതാണ് റോളിംഗ് ഷാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേങ്കിൽ മഹേന്ദ്ര റോളിംഗ് ഷാസി ആയിട്ട് എ പില്ലറില്ലേ, ആ കാണുന്ന എ പില്ലർ വരെ ബിൽഡ് ചെയ്തിട്ട് കൊടുക്കുമായിരുന്നു. അവിടുന്ന് ആ എ പില്ലർ തൊട്ടാണ് നമ്മുടെ നിക്കോളാസും പിള്ളേരും ഏറ്റെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അന്ന് കാലങ്ങളിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേന്ദ്രയ്ക്ക് പ്രസ് ടൂൾസ് ഒന്നും അവൈലബിൾ. നമുക്കറിയാം ഏത് വാഹനം ബിൽഡ് ചെയ്യണമെങ്കിലും പ്രസ് ടൂൾസൊക്കെ വേണം. അത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഒത്തിരി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് അവന്മാർക്ക് ഒരു വഴി കിട്ടി. അവന്മാർക്ക് മെറ്റൽ ഷീറ്റ് ഈ ഒരു ഭാഗം നിർമ്മിക്കണമെങ്കിൽ അവന്മാർ അത് ഔട്ട്സോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് ഔട്ട്സോഴ്സ് ചെയ്ത ഒരു വമ്പൻ ടീമുകൾക്കായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നിക്കോളാസ് ഓഫ് ബോംബെ എന്ന് പറയും. അപ്പോൾ ആരാണ് ഈ നിക്കോളാസ് ഓഫ് ബോംബെ? നിക്കോളാസ് ഓഫ് ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലുണ്ടായിരുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ വാഹനങ്ങൾക്കും അവരുടെ ബസ്സുകൾക്കും ഒക്കെ ബോഡി ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ടീമാണ്. അവർക്കാണ് നമ്മുടെ മഹേന്ദ്ര അവരുടെ വാഗണുകൾക്ക് ആദ്യകാലങ്ങളിൽ ഈ ഒരു സ്ട്രക്ചർ നിർമ്മിക്കാനുള്ള അനുവാദം കൊടുത്തതും ഔട്ട്സോഴ്സ് ചെയ്തതും. അപ്പം ഇങ്ങനെ ആ കെട്ടിപ്പൊക്കിയിൽ നമ്മൾ പറഞ്ഞ പോലെ ആ സ്റ്റീൽ ബോഡി കെട്ടിപ്പൊക്കിയ വാഹനങ്ങളെ മഹേന്ദ്ര ഈ നാട്ടുകാരും ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം, മഹേന്ദ്ര സ്റ്റേഷൻ വാഗനേറ്റ് എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം പരസ്യങ്ങളൊക്കെ മഹേന്ദ്ര സ്റ്റേഷൻ വാഗനേറ്റ്. അങ്ങനെ ഒരു തേർഡ് പാർട്ടിയാണ് ആദ്യം മഹേന്ദ്രയ്ക്ക് ഇതുപോലത്തെ ഈ ഒരു റൂഫും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാൻ അവരെ സഹായിച്ചത്. എന്നാൽ പിന്നെ ഇവനെ ഓടിച്ചു നമ്മുടെ പഴയ ജീപ്പ് പോലെയാണ്. ഇവന് കുറച്ച് ഗ്ലാസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സൗണ്ട് അകത്ത് വരുന്ന കേൾക്കാൻ പറ്റുമല്ലേ. മറ്റേതാണ് എന്നെ ബഹളമാണ്. എങ്കിലും നമുക്ക് നമ്മുടെ എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. അകവും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കേട്ടോ. നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്, അപ്പോസ്ട്രി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്ന് നോക്കി എന്ത് ബേസിക് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം. ബാറ്ററി എങ്ങനെയുണ്ട്, കേൾക്കാവോ? വാവ്, എന്റെ മോനെ കൊടുത്തോണ്ട്. ഇത് നമ്മുടെ ഗിയർ എല്ലാം വളരെ ഒരു പഴയ ഒരു സെറ്റപ്പ് തന്നെയല്ലേ അല്ലേ. നോക്കി നമുക്ക് അടിച്ചു വിട്ടേക്കാം. ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൂട്ടുകെട്ടന്മാര് വരുന്നു. സെക്കൻഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ പവർ, അടിപൊളി. വീണ്ടും നമുക്ക് ഡൗൺ ചെയ്യാം. ഓ മൈ ഗോഡ്, ബ്രേക്ക് കുറവാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു കയറ്റമാണ് വരുന്നത്. ഓ അതേപോലെ തന്നെ റണ്ണിങ് നിൽക്കണം. ഫസ്റ്റ് കൊടുത്തു. വളരെ സ്മൂത്ത് കേട്ടോ. സെക്കൻഡ് പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നുന്ന പുള്ളിങ് പവർ ഇല്ല. പുള്ളിങ് പവർ നമുക്കുണ്ടോ? ഇത് സെക്കൻഡ് ആ പുള്ളി ഉണ്ടോ വണ്ടിയുടെ? ആ പവർ ഉണ്ടോ? നോക്കട്ടെ, തേടിനകത്തുന്നുണ്ടേ. മോനെ റേഡിയും ആ ഫീൽ കിട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഓ പൊളി പൊളി. നമ്മുടെ ജീപ്പില്ലേ, നമ്മുടെ 500 അല്ലേ, അതിന് 38 to 45 ഹോഴ്സ് പവറേ ഉള്ളൂ. അത് ഇച്ചിരി പാടാ കയറാൻ. പക്ഷെ ഇവനാണെങ്കിൽ കിടിലാണ്. ഇവൻ 55 ബ്രേക്ക് ഹോഴ്സ് പവർ ടു 58 ബ്രേക്ക് ഹോഴ്സ് പവർ വരുന്നത്. ആ പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഡൗൺ ചെയ്യേണ്ട കാര്യമേ ഇല്ല കേട്ടോ. ആ ഒരു ടോർക്കിന്റെ ഫീച്ചർ കിടിലമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നും പറയാനില്ല. ആ ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ മഹേന്ദ്രയുടെ എല്ലാ വാഹനങ്ങളും നമുക്കറിയാമല്ലോ. എല്ലാ വാഹനങ്ങളും നമുക്ക് കാലം പഴക്കം ചെയ്യുന്നത് അവരുടെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റാണ് ഈ കിലുക്കം കേൾക്കുന്നത്. കിലുക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഓൾവേസ് എൻജിൻ ഇസ് ബ്യൂട്ടിഫുൾ. ഇവിടെ നമുക്ക് നൈസായിട്ട് പോകാം. പേര് തന്നെ ഇറങ്ങാം. ഈ വണ്ടിക്ക് ബ്രേക്ക് ഇച്ചിരി കുറവാണ്. നമ്മളത് നമ്മുടെ സുഹൃത്തിന് വേണ്ടിയില്ല. ഇപ്പം പുള്ളിയോട് സംസാരിക്കാൻ പുള്ളി പറഞ്ഞ് നമുക്ക് ഡിസ്ക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചേഞ്ചസ് ഉണ്ട് അവിടെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസാണ്. നമ്മൾ ഇച്ചിരി മോശം വഴിയാണ് ഇപ്പൊ തെരഞ്ഞെടുത്തത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നല്ല വഴി കൂടെ ഓടിച്ചിട്ട് വലിയ ഫീൽ കിട്ടാനില്ലല്ലോ. അതിന്റെ ഏകദേശം 70 to 80 to 90 ഒക്കെയാണ് സ്പീഡ് വരുന്നത്. സെക്കൻഡ് സ്പീഡല്ല, സ്പീഡ് പെർ കിലോമീറ്റർ. ഇത് നല്ലൊരു കയറ്റമാണ് വരുന്നത്. നമ്മുടെ ജീപ്പ് സെക്കൻഡിലാണ് ഇത് വളരെ കമ്മിയെ കയറത്തുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വളരെ സ്മൂത്ത് ആയിട്ട് കയറുന്നുണ്ട്. വളരെ വലിയ ആക്സിലറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ടച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമുക്ക് ആ ഫീലും പവറും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇത് സ്മൂത്ത് ഒന്നുമല്ല കേട്ടോ. ഗിയർ ക്ലോസ് സ്മൂത്ത് ഒന്നുമല്ല. ഇറ്റ്സ് ലൈക്ക് ജീപ്പ്. അതാണ് ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. എനിക്കാ പാട് വരുന്ന കുളിരാന്നൊക്കെ പറയുന്നത് അല്ലേ. കയറി കൊടുത്താളെ എനിക്ക് അപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് കുറവാണ് എന്റെ പേടി. നോക്കാം. അപ്പം പിന്നെ നമ്മൾ പഴയ നോർമൽ ജീപ്പുകളൊക്കെ വരുന്നത് ഇവിടെയാണ് നമ്മുടെ കിൽ സ്വിച്ച് വരുന്നത്. ജസ്റ്റ് ഡാഷ്ബോർഡൊക്കെ അതിന് മുന്നേ പറയുവാണെങ്കിലുണ്ടോ ബേസിക് ഓൾഡ് ജീപ്പിന്റെ ആ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കിയാലോ. ബാ, നോർമൽ നമ്മുടെ ടെയിൽ ഗേറ്റ് ജസ്റ്റ് തുറന്നു, നമ്മുടെ കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തില്ല, കാരണം അത്രയും പഴയ ഒരു വണ്ടിയായണ്ടേ. പ്ലാറ്റ്ഫോമൊക്കെ ആണെങ്കിലും എല്ലാം പഴയ ഒരു സെറ്റപ്പ് തന്നെ. ജസ്റ്റ് എനിക്ക് തോന്നുന്നു 3 സീറ്റർ ആയിരുന്നു. പിന്നെ നമ്മൾ സീറ്റ് ചേഞ്ച് ചെയ്തത് അതിൻ്റെ ആയിരുന്നു നമ്മൾ കൊടുത്ത്. ഓക്കെ, നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. നല്ല ഹൈറ്റ് അല്ലേ എപ്പോഴും പറയുന്നുണ്ട്, കണ്ടോ? ഓക്കെ, ഇതൊരുമായി 6 അടി നല്ല മിച്ചമുണ്ട്, നല്ല പൊക്കക്കൂടുതലാണ്. ഇതാണ് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ. ബെഞ്ച് സീറ്റാണ്. നമ്മുടെ ആ ഒരു മഹേന്ദ്രയുടെ സീറ്റിംഗ് പൊസിഷൻ പോലെ തന്നെ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇത് പൊടിയൊക്കെ ഉണ്ട്. നോർമൽ കാര്യങ്ങളൊക്കെ, കൂടുതൽ എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഇന്റീരിയർ, നമ്മുടെ ക്യാമറയുടെ സ്റ്റാൻഡായിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ അത് 2 വീൽ ഡ്രൈവ് ആണ്. അപ്പം നമ്മൾ ട്രാൻസ്മിഷനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ KMD 90 ആയിരുന്നു കാര്യം. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എല്ലാം ബേസിക് പഴയ നമ്മുടെ അന്നത്തെ കാലത്തെ ജീപ്പുകളൊക്കെ പോലെ തന്നെ. ഇറ്റ്സ് ഓൾറെഡി ടഫ്. ഇപ്പം നമ്മുടെ ആ ഒരു ടാഗ്ലൈൻ നമ്മുടെ ഫോർഡ് എടുത്തിട്ടുണ്ട് അല്ലേ, ബിൽഡ് ഫോർഡ് ടഫ് എന്ന് പറയുന്ന പോലെ അല്ലേ. അതുപോലെ തന്നെ മഹേന്ദ്ര വാഹനങ്ങളും ടഫായിരുന്നു, നിൽക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം അതൊക്കെയുള്ള മറ്റന്മാർ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. അപ്പം റോഡുകളിലെ പുലിക്കുട്ടിനൊക്കെ അല്ലേ. അപ്പം എല്ലാം ഇപ്പോഴും പറയുന്നത് പോലെ മാർഷലിൻ്റെ കഥയാണ് നിങ്ങൾ കേട്ടത്. അപ്പം സ്ക്രാപ്പേജ് പോളിസിയൊക്കെ വരുന്നില്ല. ഇത് 2009 മോഡലാണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയത്തില്ല. പലരും പല കഥകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയാണ്. കാത്തിരുന്ന് കാണാം. പക്ഷേങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ എക്കോണമി, നമ്മുടെ കേരളത്തിൻ്റെ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഉള്ളൊരു സെറ്റപ്പ് പോലൊന്നും അല്ലല്ലേ. കാരണം മലയോര മേഖലയിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ 4x4 വാഹനങ്ങളുടെ ആവശ്യകത എന്നും വലുത് തന്നെയാണല്ലേ. നമുക്ക് കാത്തിരുന്ന് കാണാം, നല്ല തീരുമാനങ്ങളൊക്കെ വരട്ടെ എന്ന് പറയും. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ജീവിതം വളരെ ചെറുതാണ്, ഇഷ്ടം ഉള്ളതൊക്കെ ചെയ്യുക, ബി സ്ട്രോങ്, ബി ഹാപ്പി. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബറും നമുക്ക് വളരെ സന്തോഷവും, അതാണ് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ പ്രതിഫലം. അപ്പം വീണ്ടും അടുത്തൊരു വ്ലോഗിൽ കാണുന്നതിന് വരെ നല്ലൊരു നമസ്കാരം.